കണ്ടില്ലേ മുതലാളി, ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോ വായിൽ വട വെച്ച് കഴിച്ചോണ്ടിരിക്കാ. എന്നെക്കാട്ട് 2 വയസ്സ് പ്രായം കൂടിയ ആളാണ്. അതും തുപ്പി തൊലക്കേ. മര്യാദക്ക് പറഞ്ഞത് കേട്ടോ. എന്താടാ ഒരുമിച്ചിരിക്കാൻ പറയുന്നത്? ചെലപ്പോ എല്ലാരും ഒന്നിച്ച് നിർത്തി കാല് വീണ് മാപ്പ് ചോദിക്കാനായിരിക്കും. ചേച്ചി എല്ലാം മുഴുവൻ മാറ്റാനാ പറയുന്നത്. എടി അതൊന്ന് മൂടി വെക്ക്, നിന്നോട് മാറി നിൽക്കാനോ പറയണേ. കണ്ടു, അവൻ സമ്മതിച്ചു. എന്നോട് മാത്രം നടുക്ക് നിൽക്കാൻ പറയുന്നല്ലോ. ആദ്യം നിന്നല്ലേ അടിച്ചത്, അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാനാ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. പെട്ടെന്ന് വാടാ. എന്തായിട്ടത് മെഴുകുതിരിയൊക്കെ എടുത്ത് പിടിച്ചേക്കുന്നല്ലോ. നീ നിൽക്കുന്നത് ചിലപ്പോ കണ്ടു കാണില്ല. ഏട്ടാ അവൻ എന്നോട് മാപ്പ് ചോദിക്കാൻ പോവാ. എടാ പെട്ടെന്ന് കാലിൽ വീണിട്ട് പോയിക്കൂടാ. എടാ കോഴി കൂവി തുടങ്ങി. പെട്ടെന്ന് വാ, എനിക്ക് കടയിൽ പോയി പാല് വാങ്ങിക്കാനുള്ളത്. വാടാ പെട്ടെന്ന് കാലിൽ വീണ് മാപ്പ് ചോദിച്ചിട്ട് പോയിക്കൂടാ. പുഷ്കരന്റെ മോനാടാ ഞാൻ. അമ്മേ സൂപ്പർ ആയിട്ടുണ്ട്. അമ്മയാണോ ചെയ്തത്? അല്ല മോളെ, ഇന്നലെ നീ കുറെ ചെറുക്കന്മാരെ കൊണ്ടുവന്നില്ലേ, അതില് ശരവണനാണ് വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തു വെച്ചത്. ആണോ? അതേ മോളെ, അകത്ത് ചെന്ന് നോക്കിക്കേ. മോനെ ഗൗരവാ, എന്റെ മോനെ, നിന്റെ അച്ഛന്റെ സ്ഥിതി കണ്ടില്ലേടാ. അച്ഛാ, എന്റെ അച്ഛാ, അച്ഛനിതെന്താ അച്ഛാ പറ്റിയത്? എന്റെ അച്ഛാ, എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോകും, പക്ഷെ അവർ അച്ഛനെ ഇട്ടേച്ച് പോയല്ലോ. അച്ഛാ അച്ഛാ, അവര് ഈ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വേഗം സ്റ്റേഷനിൽ പോകാൻ സമയമായി. അവിടെ നിക്കടാ. അവിടെ തന്നെ ഞാൻ എപ്പോഴാടാ നിങ്ങളെ വിട്ടിട്ട് പോയത്? എന്തോന്നാടാ പറയുന്നത്? അതെ മുതലാളി, ഞങ്ങൾ 5 പേര് ഒരുമിച്ചുണ്ടല്ലോ. മുതലാളിയല്ലേ ഒറ്റയ്ക്കുള്ളത്, അപ്പൊ മുതലാളിയല്ലേ ഞങ്ങളെ വിട്ടു പോയത്? പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതിരിക്കട്ടെ, എന്റെ അച്ഛന്റെ ഫോട്ടോ എവിടെ? എന്റെ അച്ഛന്റെ ഫോട്ടോ എവിടെടാ? അറിയില്ല അല്ലേ? പറയൂ മകനെ, ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ആ ഫോട്ടോ എടുത്തോണ്ട് നടന്നതല്ലേ? ആ ദൈവത്തിന്റെ ഫോട്ടോ എവിടെ മോനെ? അതല്ല മുതലാളി, കോട്ടയം വലിയ പട്ടണമല്ലേ, അതുകൊണ്ട് അവൻ എവിടെ വെച്ചെന്ന് മറന്നു പോയത് അല്ലേടാ. ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ, ഇതെല്ലാം നല്ലത് തന്നെ. ഭയങ്കര സംഭവം. കണ്ടോളൂ, നന്നായി കണ്ടോളൂ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ എവിടെയാ വെച്ചതെന്ന്? എന്റെ അച്ഛൻ ചവിറ്റുകൊട്ടയിലും ഞാൻ തെരുവിലും. ഇതിന്റെ ഇടയില് എന്റെ മോൻ നിനക്കൊക്കെ ചെറിയ മുതലാളിയും നീ അവനെ താലാട്ട് വന്നു. ഇങ്ങനെ പലതും പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേടാ. ശരി, അതൊക്കെ പോട്ടെ. എന്റെ ക്യാഷ് ബാഗ്. എടാ, നീ എവിടെയാ ഒറ്റയ്ക്ക് പോകുന്നത്? നീയും അടുത്തേക്ക് വരൂ. അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വന്ന് നിക്ക. എവിടെടാ എന്റെ ക്യാഷ് ബാഗ്? പറയടാ. പറഞ്ഞു തോലക്കടാ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ പണം എവിടെടാ? മുതലാളി, നമ്മളോട് തുടക്കത്തില് ബസ്സിൽ ഇങ്ങോട്ട് വന്നില്ല. തുടക്കത്തില് നമ്മൾ ഇവിടെ വന്നിട്ട് എന്നെ വിട്ട് നിങ്ങൾ പോയിട്ട് ഞാൻ നടു റോട്ടിലായി. സംഭവിച്ചതൊക്കെ നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നീ പറ, എന്റെ ക്യാഷ് ബാഗ് എവിടെ? പിന്നെ തിരിച്ചു വരുന്ന വഴി. എനിക്ക് ആവശ്യമുള്ളത് ഫ്ലാഷ് ബാക്ക് അല്ല, ക്യാഷ് ബാഗ് ആണ്. മുതലാളി ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് വേല ചെയ്യാൻ പറ്റില്ല. എന്തോ മുതലാളിയുടെ കണ്ടീഷൻ ശരിയാവുന്നു. ഇതൊന്ന് പിടിച്ചേ. ഈ കുഴിയാണ് അങ്ങനെ വിട്ടാൽ ശരിയാവൂല. അവനെ പിടിച്ച് എഴുന്നേൽക്കടാ. ഇതുവരെ സ്റ്റൗ പോലും വെച്ചില്ല, അതിനു മുമ്പ് സ്ട്രൈക്കാ. അല്ല, എഴുന്നേക്ക്. എന്റെ പണം ഓടറാ. നിങ്ങളോടാടാ ചോദിക്കുന്നത്. എന്റെ ക്യാഷ് എവിടെ? ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. നീ എങ്ങോട്ടാടാ പോകുന്നേ? കാശ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു. പറഞ്ഞല്ലേ, നീ പോണ്ട, നിക്ക്. പുള്ളി പറഞ്ഞ കേട്ടില്ലേ, അത് വെള്ളം എടുത്തു. എന്താടാ നീ പറയുന്നത്? ബക്കറ്റിൽ എന്തിനാടാ വെള്ളം? എന്തിനാടാ ബക്കറ്റിൽ വെള്ളം? മുതലാളി, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ മുതലാളി ബോധം കിട്ട് വീഴും.
അത് കഴിയുമ്പോ വെള്ളം തെളിപ്പിച്ച് എഴുന്നേപ്പിക്കാൻ വേണ്ടിയാ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. നീ പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ ബോധം പോലോടാ. എന്റെ പണം എവിടെന്ന് പറയടാ. പണം നിങ്ങള് നഷ്ടപ്പെടുത്തിയെന്നോ? എന്റെ വയറ് കലങ്ങുന്നേ. മുതലാളി കൃത്യ സ്ഥലത്ത് തന്നെ വന്നു വിട്ടത്. അതാ ബാത്റൂം അവിടെയുണ്ട്. മുതലാളി അകത്തേക്ക് ചെല്ല്. കാര്യം സാധിക്കുമ്പോഴേക്കും ഞങ്ങളെങ്കിൽ എത്താം. ടോക്കൺ എഴുതി കൊടുക്കണം. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. നിങ്ങൾ എന്റെ കാശ് കൊണ്ടുപോയി കളഞ്ഞില്ലടാ. എന്നെ എങ്ങോട്ടാടാ പറഞ്ഞു വിടുന്നത്? ബാത്റൂമിൽ കയറിക്കും. ഇതിനൊന്നും ഒരു കുറവുമില്ല. അല്ല നിങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് തന്നെയാണോ? മുതലാളി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബാഗ് കിട്ടൂല്ലോ അല്ലേ? എനിക്കറിയില്ലല്ലോ. കിട്ടണ വരേക്കും മുതലാളി ബാത്റൂമിൽ ഇരിക്കട്ടെ. മോശമാണ് കേട്ടോ. പോടാ പരമാക്രി. മൂക്ക് മുട്ടേ തിന്നില്ലേ? മൂക്കിനും പിടിച്ചോണ്ട് അവിടെ ഇരിക്കട്ടെ. ശരിയല്ലടാ. ആരാണ്? മുതലാളിയാണോ? ഹലോ, എന്താ കുട്ടി ചിരിച്ചത്? വേസ്റ്റായ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തതൊക്കെ വളരെ നന്നായിരുന്നു. ഞാൻ വാങ്ങിച്ച മെഡൽസ് ഒക്കെ എന്റെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നില്ലേ? അതെന്റെ സ്കൂൾ ലൈഫ് മുഴുവനും എന്നെ ഓർമ്മിപ്പിച്ചു. താങ്ക്സ്. ശരി ശരി. നിങ്ങൾ സ്റ്റേഷൻ ചെന്നായിരുന്നോ? എസ് ഐ വിളിച്ചിട്ടുണ്ട്. എല്ലാരും സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അവിടെ ചെന്നിട്ട് എന്താന്ന് എനിക്ക് കോൾ ചെയ്ത് പറയണേ. ഒരു പക്ഷേ ബാഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മാതിരി 2 ദിവസം ലീവ് ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് ഒന്നിച്ച് തരാം. ഓക്കെ ഓക്കെ, വാടാ പോം. വാടോ സർവണ, ഇതാ ബാഗ്. അതിനകത്ത് പണം ശരിക്കണോ? ഇവനാണ് നിങ്ങളുടെ ബാഗ് അടിച്ചു മാറ്റിയത്. എടാ ജാക്ക് പോട്ട്. ചെരുപ്പെടുത്ത് അടിക്കും ഞാൻ. സാറേ, എനിക്ക് ഇവരെയൊക്കെ നേരത്തെ അറിയാം. സാറേ, നമ്മളന്ന് ബസ് വെച്ച് പരിചയപ്പെട്ടതല്ലേ? എടോ, തനിക്കത് ബാഗ് പിടിക്കാൻ വലിയ മടിയായിരുന്നല്ലോ. പിന്നെ എന്തിനാ എടുത്തേ? സാറി, നിങ്ങൾ എനിക്ക് തന്നാൽ അതെനിക്ക് സ്വന്തമാവില്ലല്ലോ. ഞാനായിട്ട് മോഷിച്ചാലല്ലേ സ്വന്തമാവൂ. കേട്ടോടാ, അടുത്ത് തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ താൻ ബാഗ് എടുത്ത് പാട്ടിന്റെ 2ാമത്തെ ബീജം പോയിക്കൊണ്ടിരുന്നില്ലേ? അപ്പ എടുക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഷണത്തിൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടറിനും ഒരു പങ്കുണ്ട്. ആർക്ക് പങ്കുണ്ടെന്ന്? നമ്മുടെ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറെ. എന്തോന്നാടാ ഈ പറയുന്നേ? അതെ, അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടല്ലേ എല്ലാം മറന്നു നിന്നത്. ആ പാട്ട് കേട്ട് നിങ്ങളെ മാത്രമല്ലല്ലോ നിങ്ങൾ മറന്നത്. പണമുള്ള ബാഗ് കൂടെ നിങ്ങൾ മറന്നില്ലേ? എടാ, കാശ് ശരിക്കുണ്ടോ നോക്കേ മോനെ. അത് എത്ര തവണ എണ്ണിയാലും 70,000 രൂപ കുറയും. എന്താ? പൈൽസ് ഓപ്പറേഷൻസ്. നിങ്ങൾക്കറിയാലോ, ബസ്, ട്രാവൽ, ഹീറ്റ്, ഓപ്പറേഷൻ. 70,000 എവിടെ ഓപ്പറേഷൻ ചെയ്ത്? അപ്പോളോ ആസ്പത്രി. ആരാണ് അപ്പന്റെ വീട്ടിൽ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഈ നിൽക്കുന്ന 5 പേരിൽ ആരുടെ അപ്പന്റെ എനിക്കെന്തറിയാം. സാറേ, മൊത്തം പൈസ തിരിച്ചു കിട്ടില്ലെങ്കിൽ മോലാളി ഞങ്ങൾ വെച്ചേക്കൂല. എക്സ്ക്യൂസ് മീ സാർ, 2 ദിവസം സമയം വേണം. ഹാർഡ് വർക്ക് ചെയ്ത് പണം തിരിച്ചു കൊടുത്തേക്ക്. പക്ഷെ പോലീസ് ഇടപെടരുത്. നിനക്ക് ഞാൻ അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഞാൻ വരട്ടെ. അതിനെ വെച്ചോ. ഓനെ പിടിച്ചേ. താൻ എങ്ങോട്ടാണ്? പണം തരുന്നവർ എന്റെ വീട് താമസിച്ചോ? ആരുടെ കൂടെ താമസിക്കാൻ? എന്റെ വീട്ടിലാടാ. അതെ, നിന്റെ വീട് എവിടെ? എന്റെ വീട്. അയ്യോ, ബസ് വന്ന്. അതൊക്കെ പോലീസിനോട് ചോദിച്ചാൽ മതി. ഹലോ, അയാള് പണം തിരിച്ചു തരുവോ? തരുവായിരിക്കും. നമ്മൾ വരുമെന്ന് മുതലാളി പ്രതീക്ഷിക്കുന്നില്ലേ? അവൻ തരുവെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ്. ഹലോ, ബാഗ് കിട്ടിയോ? അയ്യോ ഇല്ല, കിട്ടിയിട്ടില്ല. ഓ, ഞാൻ വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എടോ, ബാഗ് കിട്ടിയില്ലെന്ന് ആ പെണ്ണോട് എന്തിനാണ് കള്ളം പറഞ്ഞ? പിന്നെ അല്ലാണ്ട് ആ പെണ്ണിന്റെ അശ്രദ്ധോണ്ടല്ലേ നമ്മുടെ ബാഗ് നഷ്ടമായത്. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. അതുപോലെയാണോ നിസ്സാര ശമ്പളം വാങ്ങുന്ന നിന്റെയൊക്കെ കാര്യം? ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണിനെ ഇവിടെ വിളിച്ച് വരുത്തി മോളിലും ബീച്ചിലും പാർക്കിലും സിനിമാ തിയേറ്ററിലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ചുറ്റി കറക്കും ഞാൻ. ഐസ്ക്രീം മേടിച്ച അവിടെ അണ്ണാക്കിലേക്ക് ഞാൻ കുത്തി 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 ഇറക്കും. വാടാ, നമുക്ക് പകരം വിട്ടാം. ഇത് പകരം ചോദിക്കാൻ തോന്നുന്നില്ലല്ലോ. മുതലാളിയുടെ ബാക്കി പണവും കൊളവാക്കുന്ന തോന്നുന്നേ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് അറിയാൻ നോക്കല്ലോ, ലോകത്തില് വിത്തും വളമൊന്നുമില്ലാതെ പൂക്കുന്ന പൂവേതാ? മുതലാളിയുടെ ചെരുപ്പാ. ഇടം അതല്ലടാ, ഇവനെന്തൊരു മണ്ടന. അവന്റെ കാര്യം വിട്. നീ എന്താടാ ഇങ്ങനെ? അതല്ലടാ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ തുടങ്ങാത്തെത്താത്ത വിചാരിക്കരുത്. മുതലാളി ബാത്റൂമിൽ വെപ്രാളപ്പെട്ടോണ്ടിരിക്കുമ്പോ നിനക്ക് ഇവിടെ സ്വപ്നം കാണല്ലേ? കേസിന്റെ കാര്യത്തിന് കോടതി വന്നിരിക്കുക. എന്ത് ദേഷ്യപ്പെട്ടോന്നോ? എത്ര പേരാടാ വന്നത്? അതെയോ? ഒറ്റയ്ക്ക് തീ വെച്ചെന്നോ? അതാരാണത്? അവരെ കാണാൻ എങ്ങനുണ്ടോ അവിടെ? ഞാൻ കണ്ടിട്ടുണ്ടാവോ അവനെ? എന്ത് പട്ടിന്റെ മുണ്ട്, ചുരുണ്ട മുടി, കുങ്കുമപ്പൊട്ടോ? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ അവനെ എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ.
ശരി ശരി, അവരെ ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല സാറ് സിബ് ഇടണം കേട്ടോ. സാറില്ല ചേട്ടാ ഇവരാ ഇവരാ അത് ഇവരാ. നിഴലായി വന്നു നീ എന്നുള്ളം കവർന്നല്ലോ, നിന്നിൽ ഞാൻ മയങ്ങിയല്ലോ. തുടിക്കും നെഞ്ചിലെൻ നിന്നെ ഞാൻ പൂജിക്കും എൻ സ്നേഹമാലകയേ. നീ എൻ റാണിയല്ലേ, ഞാൻ നിൻ രാജാവല്ലേ. നീ എൻ മുന്നിൽ വന്നുവല്ലോ, ഞാൻ നിൻ ശ്വാസക്കാറ്റായി തുടരെ തുടരെ വരുമല്ലോ. ഞാൻ അരികിൽ വന്നു നിന്നു നീ, മായയോ സ്വപ്നമോ വന്നു ചേരൂ നീ എൻ മലരെ. ഇന്ന് നാം ഒരുമിച്ച് ഒന്ന് പറന്നുയരാമല്ലോ. 2020 മാച്ച് പോലെ എന്റെ ഹൃദയം തുടിക്കുന്നല്ലോ. കാറ്റിൽ പറക്കും പട്ടം പോലെ ഞാനും പറക്കും ഈ വാനിൽ. നിഴലായി വന്നു നീ എന്നുള്ളം കവർന്നല്ലോ, നിന്നിൽ ഞാൻ മയങ്ങിയല്ലോ. എല്ലാം നശിപ്പിച്ചില്ലേ? മഴക്കാറ്റാൽ നീ വന്നാൽ നനയാൻ ഞാൻ കാത്തിരുന്നു. മൗനമായി നീ നിന്നാൽ മയങ്ങുവാൻ ഞാനില്ലേ. എന്റെ കരളെ നീ എവിടെ, എന്നെ തേടി വന്നവളെ. എൻ മിഴികൾ നിന്നെ തേടി അലയുന്നല്ലോ. നിൻമൊഴിയിൽ ഞാൻ മയങ്ങിയല്ലോ, നിൻ ചിരിയിൽ ഞാൻ വീണുവല്ലോ. തുടരെ തുടരെ വരുമല്ലോ ഞാൻ അരികിൽ വന്നു നിന്നു നീ, മായയോ സ്വപ്നമോ വന്നു ചേരൂ നീ എൻ മലരെ. പ്രേമമേ നിനക്കായി തുടി തുടി തുടിക്കുന്നു. 2020 മാച്ച് പോലെ എന്റെ ഹൃദയം തുടിക്കുന്നല്ലോ. കാറ്റിൽ പറക്കും പട്ടം പോലെ ഞാനും പറക്കും ഈ വാനിൽ. എങ്ങനെയെങ്കിലും ബാഗ് കിട്ടണേ. എന്റെ ദൈവമേ, എനിക്ക് ഇവിടെ കിട്ടണേ. ഒരു കൂൾ ഡ്രിങ്ക്സ് എടുക്കാശാന്. ആരും കാണുന്നില്ല, ഇതാണ് പറ്റിയ അവസരം. ചേട്ടാ അവര് മതിയായിട്ട് രക്ഷപ്പെടുന്നു. ഇതില് വലിയ ഗുണമുണ്ടോ? കൂൾ ഡ്രിങ്ക്സ് പോലും മര്യാദയ്ക്ക് കുടിക്കാൻ സമ്മതിക്കില്ല. ഉണർന്നിരിക്കുന്നതാണ് പോക്കറ്റ് അടിക്കുന്നത്. മാഡം ഉണ്ടല്ലോ. സോറി മാഡം, ഞാൻ ആ ബാഗ് മോഷ്ടിച്ചേ. ഐ എം സോറി. സാറേ തൽക്കാലം ഇതാ കിട്ടിയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് ബാക്കിയൊക്കെ തന്നേക്കാം. പോയടോ. ബാഗ് കിട്ടിയോ സരവണ? അല്ല, ബാഗിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞില്ലേ? ബാഗ് കിട്ടിയോ? ബാഗ് കിട്ടിയോ ഇല്ലയോ? ബാഗ് കിട്ടി. ഐശ്വര്യ എന്ത് നുണ പറയാന്ന് പറയുന്നേ? നിങ്ങൾ മാത്രം എന്താ ബാഗ് അന്വേഷിക്കാൻ വരുമെന്നല്ലേ പറഞ്ഞേ? ഇവിടെ നോക്കി, സ്കൂളിൽ പോകുന്ന കളപ്പറച്ചിട്ടല്ലേ വന്നേ? ഇല്ലല്ലോ, നിങ്ങളുടെ കൂടെ ബാഗ് അന്വേഷിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വന്നത്. എന്താ എന്നെ നിങ്ങളെ പോലെ ഫ്രോഡ് ആണെന്നാ വിചാരിച്ചത്? ആ ഒരു പോയിന്റ് പറഞ്ഞാണ് നിങ്ങളെ പിടിക്കാന്ന് വിചാരിച്ചേ. എന്ത് കളിക്കുകയാണോ? എന്താണെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് പറയൂ. ഞങ്ങളുടെ ശരവണ്ണന് നിങ്ങളോട് ഇഷ്ടമാണ്. എന്ത്? അതേന്ന് അവന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടാ. ബാഗ് അന്വേഷിക്കാൻ അവന്റെ കൂടെ കൂടുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് അവൻ കള്ളം പറഞ്ഞില്ല നിങ്ങളുടെ കൂടെ കൂടിയത്. അവരന്ന് അമ്പലത്തിൽ വന്ന പൂക്കാരിയോട് 500 രൂപയ്ക്ക് ചേഞ്ച് ചോദിച്ചു. ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്നാ 20 രൂപയ്ക്ക് ആർക്കെങ്കിലും പൂ കൊടുത്തോന്ന് പറഞ്ഞു. അതിശയതാതോ, ആ പൂക്കാരി മുല്ലപ്പൂവ് നിങ്ങൾക്കാണ് തന്നത്. അവനെ കുറിച്ച് ഞാനിനി എന്ത് പറയാനാ? പൂ കൊടുത്തപ്പോ തന്നെ ആ പൂക്കാരിയമ്മ അവനെ കുറിച്ച് പറഞ്ഞു കാണുമല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരാന്നറിയില്ല, 20 രൂപ പണം തന്നിട്ട് പൂ ആർക്കെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞു പോയി. ആരാ അത്? എങ്ങനെ അറിയാനാ? അവനെ കാണാൻ തോട്ടി പോലെ ഉണ്ടായിരുന്നു. പണി എനിക്കിട്ട് കിട്ടി.
എന്റെ അമ്മോ, ഒടുക്കത്തെ ട്രാഫിക്. ഓടി വരാൻ കഷ്ടപ്പെട്ടു. ടിഫിൻ എവിടെ? മോഷ്ടിക്കുന്ന സമയത്ത് പാഴ്സൽ കിട്ടാനുള്ള സൗകര്യം ഒന്നും ഇല്ല മോനെ. മിണ്ടാതിരുന്ന് കഴിക്കടാ. അപ്പൊ ചമ്മന്തി സിപ്പർ തുറന്നു നോക്കടാ. എന്തൊരു ചൂട്. ഇതാണ് സാമ്പാർ. ആ പോലീസ് വന്ന ഇല്ലെന്ന് പറഞ്ഞേക്കോ. പറയൂ, എന്താ കാര്യം? എല്ലാരും ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങള് ജാക്ക്പോട്ടിന്റെ വീട്ടിലാ. ആ ബാഗ് മോഷ്ടിച്ചില്ലേ? ഓ, അപ്പൊ എല്ലാ കള്ളന്മാരും ഒന്നിച്ചുണ്ടല്ലേ? ഒരു ആവശ്യമില്ല സംസാരിക്കില്ല. ഞാൻ കുമാര സംസാരിക്കുന്നത്. എന്താ വിശേഷം? എന്താ, എനിക്ക് കോൾ ചെയ്തൂടെ? സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് വിളിച്ചതാ. ബാറ്ററി ലോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ശരവനോട് തന്നെ സംസാരിച്ചോളൂ. ഇപ്പൊ വേണ്ട, എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം പറഞ്ഞേക്കും. എടാ ശരവണ, നമസ്കാരം സാറേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ സംഭവത്തിന് വേണ്ടി എന്നെ പോയിക്കൊണ്ടിരിക്കണേ. അതിന്റെ ഉടമസ്ഥ എന്താ പറയണേ? അവന്റെ മോളെ കെട്ടിക്കണവനെ സ്ഥലം കൊടുക്കുള്ളൂന്ന്. അതിന് ഞാനും അവനും ചേർന്ന് ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ചെയ്തേക്കണം. സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്ക. ഹലോ, ആരുമില്ലെന്ന്. തന്നോട് എത്ര പ്രാവശ്യം പറയേണ്ടത്? വീട്ടിലേക്ക് വരുന്നു, ഫോൺ ചെയ്യുന്നു. ഈ വീട് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പോരെ? ഈ മുതലാളി പറഞ്ഞിട്ട് കേക്കണില്ല. താൻ സ്റ്റേ ഓർഡർ തിരിച്ചു വാങ്ങണില്ല, വിൽക്കാനുള്ള പ്ലാനും ഇല്ല. ഇതുകൊണ്ടാണ് ഞാനൊരു സ്കെച്ച് അങ്ങോട്ട് ഇടാൻ പോണേ. തന്റെ മോളെ ഈ നിൽക്കുന്ന ഇവനെ കൊണ്ട് കെട്ടിച്ച താൻ നേരത്തെ പറഞ്ഞ പോലെ സ്വത്തൊക്കെ അവന്റെ പേരിലാവൂലേ? തനിക്കതിന് താല്പര്യം ഉണ്ടെന്ന് അവന്റെ അടുത്ത് തിരിച്ച് ഞാൻ വാങ്ങിച്ച പോരെ? ആരെ സ്വത്ത് ആർക്കടാ വെക്കേണ്ടത്?